അപ്പം നമ്മൾ റെഡി ആവുന്നതാണ്. അപ്പം നേരെ എടുത്ത് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കി. അങ്ങനെ ഗായ്സ് നമ്മൾ ഇടയത്താഴമൊക്കെ കഴിച്ച് നോമ്പ് പിടിച്ച് സുബഹി നിസ്കരിച്ച് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. എൻ്റെ പുറകെ തന്നെ ഗായ്സ് ഇഷ്യൂക്കെ തുള്ളിച്ചാടി വരുന്നുണ്ട്. അവൾക്കൊരു ടൂറിന് പോകുന്ന സന്തോഷമാണ് ഗായ്സ്. അതുപോലെ എല്ലാവർക്കും നോമ്പായിട്ട് നമ്മൾ ഫുഡൊന്നും കരുതിയിട്ടില്ല. എന്താവുമെന്ന് അള്ളാഹ്ക്ക് അറിയാം. എന്തായാലും നമുക്ക് പോവാം. ഗായ്സ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ ഉംറ ചെയ്തതിന് ശേഷമേ എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ ഭയങ്കര റഷായിരിക്കും. അതുമല്ല നമ്മൾ ഉംറ ചെയ്യാനല്ലേ പോകുന്നത്, വീഡിയോ എടുക്കാനല്ലല്ലോ. അപ്പം നമ്മൾ ഉംറയൊക്കെ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം വീഡിയോ എടുക്കും. അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്നൊക്കെ വെച്ചാൽ നല്ല അടിപൊളി. നേരം വെളുത്തതേ ഉള്ളൂ. അപ്പം സാധാരണ ഇവിടെ നേരം വെളുക്കുമ്പോൾ നല്ല വെയിലാണ് ഗായ്സ്. അപ്പം ഇന്ന് നോമ്പ് 6 അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും നമുക്ക് പോവാം. ഇതാണ് മക്കയുടെ ബോർഡിൽ നിന്ന് തോന്നുന്നു. എന്തായാലും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ടാക്സിയിലോ അല്ലെങ്കിൽ ബസ്സിലോ ആയിരിക്കും പോകുന്നത്. കാരണം നമുക്കങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഇതാണ് ക്ലോക്ക് ടവർ ഗായ്സ്. അപ്പം നമ്മൾ ഇപ്പോൾ ഹറമിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങൾ. അൽഹംദുലില്ലാഹ് ഇതാണ് കാബ ഷെരീഫ്. നല്ല തേക്കമുണ്ട്. നമ്മളെന്തായാലും ഉംറ ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പം കാബ ഷെരീഫിന് ചുറ്റും 7 പ്രാവശ്യം ചുറ്റലാണ് തവാഫ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇടി വന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റി. നമുക്ക് സായിലേക്ക് പോകാം. അവൻ എന്തായാലും ഉമ്മ ചെയ്യുമ്പോൾ കുഴയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പടച്ചവൻ്റെ ഒരു അനുഗ്രഹം കാരണം ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതും അന്തരീക്ഷം അനുകൂലമായിരുന്നു. അൽഹംദുലില്ലാഹ് എന്തായാലും നല്ലതായിട്ട് തവാഫ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് സായി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കലാണ് സായി. 7 പ്രാവശ്യമാണ് സായി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സഫയിൽ നിന്നാണ് മറുവയിലേക്ക് പോകുന്നത്. സായി സ്റ്റാർട്ട് ചെയ്യുന്നത് സഫയിൽ നിന്നാണ്. നോമ്പായതുകൊണ്ട് നല്ല തിരക്കാണ്. നിങ്ങൾ കണ്ടില്ലേ തിരക്ക്, നല്ല തിരക്കാണ്. റമദാനിലെ ഉംറ ഹജ്ജിന് തുല്യമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോൾ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. ആ ഭാഗത്ത് പുരുഷന്മാർ ഓടാറുണ്ട്. അതിന് കാരണമായിട്ട് ഒരു ചരിത്രമുണ്ട്. സായിക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് മുടി അല്പം മുറിച്ച് കളയുക. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഉംറ പൂർത്തിയാകും. പിന്നെ ഞങ്ങളിത് ഉംറ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ദുഹർ നിസ്കരിച്ചതിന് ശേഷമാണ് വൈകിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നമ്മളങ്ങനെ ടാക്സിയൊക്കെ വിളിച്ച് നമ്മുടെ വണ്ടിയുടെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. പുതിയൊരു വീഡിയോൻ്റെ വീണ്ടും കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.